വീണ്ടും ഒരു IPL സീസൺ കൂടെ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും IPL വന്നത് 2008-ലാണ്. ആ സമയത്ത് IPL-നെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. IPL ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കുന്നു, ടെസ്റ്റ് ക്രിക്കറ്റ് നശിപ്പിക്കുന്നു, വൺ ഡേ ക്രിക്കറ്റിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്നു, പലപ്പോഴും താരങ്ങളുടെ ഏർലി റിട്ടയർമെൻറ്റിന് പോലും കാരണമായി തീരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതിൽ പൂർണ്ണമായും തെറ്റൊന്നുമില്ല. പല ഇൻ്റർനാഷണൽ താരങ്ങൾ, ഇന്ത്യൻ താരങ്ങളല്ല, ഇൻ്റർനാഷണൽ താരങ്ങൾ, ഇപ്പം ക്വിൻ്റൺ ഡിക്കോക്ക്, അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ് ഗെയിൽ, അല്ലെങ്കിൽ ആന്ധ്ര റസൽ തുടങ്ങിയ താരങ്ങളെല്ലാം നാഷണൽ ടീമിന് കളിക്കുന്നതിനേക്കാൾ അധികം താല്പര്യം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റ് T20 ലീഗുകൾ കളിക്കാനാണ്, പ്രത്യേകിച്ച് IPL. എന്നാൽ IPL കൊണ്ട് ദോഷം മാത്രമാണോ? IPL ചില നല്ല കാര്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് കൊണ്ടുവന്നിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. നമുക്ക് നോക്കാം ഇത്തവണത്തെ സ്പോർട്സ് ക്യാമ്പറ്റിൽ എന്തൊക്കെയാണ് IPL ഇന്ത്യൻ ക്രിക്കറ്റിന് കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ. നമുക്ക് ആദ്യം സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, കളി നടക്കുന്ന സ്റ്റേഡിയത്തിലാണല്ലോ. നിങ്ങൾ 2005 അല്ലെങ്കിൽ 2010 കാലഘട്ടത്തിന് മുമ്പുള്ള, അതായത് IPL-ന് മുമ്പുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ, പഴയ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഫൂട്ടേജ് എടുത്തു വെച്ച് നോക്കുക. നിങ്ങൾക്ക് കാണാം പൊട്ടിപ്പൊളിഞ്ഞ ഗ്യാലറികൾ, ഗ്രൗണ്ടിൽ അവിടെ ഇടയായിട്ട് കുറച്ച് പുല്ലുകൾ കാണാം, കൃത്യമായ ഔട്ട്ഫീൽഡ് ഇല്ല, കൃത്യമായി പരിപാലിക്കുന്ന ഗ്യാലറികളില്ല, ഗ്യാലറികൾ പൊട്ടിപ്പൊളിഞ്ഞ് ശുചിമുറികളൊന്നും ഇല്ലാത്ത വളരെ മോശം, വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു ഇന്ത്യൻ ഗ്യാലറികൾക്കുണ്ടായിരുന്നത്. പലപ്പോഴും സീറ്റുകളൊക്കെ ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, പടികളിലൊക്കെ ഇരുന്നാണ് ആളുകൾ കളി കണ്ടുകൊണ്ടിരുന്നത്. അതും പൊരി വെയിലത്ത് മറ പോലും ഇല്ലാതെ തന്നെ കളികൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ IPL വന്ന ശേഷമുണ്ടായ പ്രധാന വ്യത്യാസം ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്നാണ്. കാരണം ഓരോ ടീമിനും ഹോം ഗ്രൗണ്ടുകളുണ്ട്. ഈ ഹോം ഗ്രൗണ്ടുകൾ മനോഹരമായി പരിപാലിക്കാൻ ആവശ്യമായ പണം ഈ IPL ഫ്രാഞ്ചൈസികൾ അതാത് ക്രിക്കറ്റ് ബോർഡുകൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് IPL സ്റ്റേഡിയങ്ങൾ മികച്ചതാക്കുക, ഔട്ട്ഫീൽഡ് ബെറ്റർ ആക്കുക, അതുപോലെ തന്നെ ഗ്യാലറികളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നാണ് ആദ്യം ചെയ്തത്. അത് പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പൂനെയിലെ സ്റ്റേഡിയം 2000-ലെ ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരത്തിൽ മുള കൊണ്ട് ഏച്ച് കെട്ടിയ സ്റ്റേഡിയത്തിലാണ് മത്സരം നടത്തിയത്. അതുപോലെ നിങ്ങൾ MS ധോണി 183 ശ്രീലങ്കയ്ക്കെതിരെ അടിച്ച മത്സരം നോക്കുകയാണെങ്കിൽ ആ മത്സരം നടക്കുന്ന ഗ്യാലറികൾ ഇല്ല, ആക്ച്വലി ഗ്യാലറി ഇല്ല, അവിടെ ഇവിടെയായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. തുണി പന്തൽ കെട്ടി മുള കൊണ്ട് കുത്തി നാട്ടിയ തുണി പന്തലിൽ ഇരുന്നാണ് ആളുകൾ കളി കാണുന്നത്. പക്ഷേ ഇന്ന് ആ സ്റ്റേഡിയങ്ങൾ കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയില്ല, അത്രയധികം മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് IPL-ആണ്, IPL-ലെ പണമാണ്. ഇനി രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചേഞ്ച് IPL ഇന്ത്യൻ ക്രിക്കറ്റിന് കൊണ്ടുവന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള, ഉൾപ്രദേശങ്ങളിലുള്ള ടാലൻറ്റുകൾക്ക് അവരുടെ ടാലൻറ്റ് ലോകത്തെ കാണിക്കാൻ ഒരു സുവർണ അവസരം കൊടുത്തു എന്നാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും, എന്തിനേറെ പറഞ്ഞു ഇപ്പോഴത്തെ യശസ്വി ജയ്സ്വാൾ അടക്കം. എന്തിന്, നമ്മുടെ സഞ്ജു സാംസൺ ഏറ്റവും നല്ല ഉദാഹരണം. സഞ്ജു സാംസണോ യശസ്വി ജയ്സ്വാളോ ബുംറയോ അല്ലെങ്കിൽ പാണ്ഡ്യയോ ഒന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പടി പോലും കാണില്ല IPL ഇല്ലായിരുന്നെങ്കിൽ. ഇപ്പം നിങ്ങൾ സഞ്ജുവിൻ്റെ കാര്യത്തിനെടുക്കുക. 2013-ലാണ് അദ്ദേഹം ശ്രീശാന്തിൻ്റെ ശിക്ഷണത്തിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തി ആദ്യമായി ഒരു സീസൺ കളിക്കുന്നത്. അതിന് മുമ്പ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ താരമായിരുന്നെങ്കിലും കളിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ സഞ്ജു എന്ന ടാലൻറ്റിനെ ലോകം കാണുന്നത് IPL-ലൂടെയാണ്. ഈ ടാലൻറ്റ് കേരള ക്രിക്കറ്റിൽ ഒന്നുമല്ലാതെ പോകുമായിരുന്ന ടാലൻറ്റിനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യങ് ടാലൻ്റാക്കി മാറ്റിയത് IPL-ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഹിഡൻ ടാലൻറ്റുകളെ കണ്ടെത്താൻ IPL സഹായിച്ചിട്ടുണ്ട്. കമ്രാൻ ഖാൻ എന്നൊരു താരമുണ്ടെന്ന് പക്ഷേ പലരും മറന്നിട്ടുണ്ടാവും. പിന്നീട് ചില ഇല്ലീഗൽ ബൗളിംഗ് ആക്ഷൻ്റെ പേരിൽ അദ്ദേഹത്തെ വിലക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ വെറും മരം വെട്ടുകാരനാണ് അദ്ദേഹം. മരം വെട്ടുകാരനായ ഒരു താരത്തിന് IPL പോലെ വലിയൊരു വേദി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് IPL-ൻ്റെ മികവ് തന്നെയാണ്. ഇനി മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട ഒരു സേവനം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നല്ല കാര്യം IPL ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരുപാട് ടാലൻറ്റ് ഇപ്പോൾ ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുവെന്നാണ്. അതായത് ക്രിക്കറ്റിൻ്റെ കരിയറായിട്ട് കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് IPL-ന് ശേഷമാണ്. കാരണം അതുവരെ നാഷണൽ ടീമിൽ കളിക്കുന്നവർക്ക് മാത്രമാണ് പണവും പ്രശസ്തിയും ഒരു സെക്യൂരിറ്റിയും, അതായത് ലൈഫ് സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. IPL-നെ ചൂടുപിടിച്ച് ലോകം മുഴുവൻ T20 ലീഗുകളുണ്ട്, ഓരോ സംസ്ഥാനത്ത് T20 ലീഗുകളുണ്ട്. ഇപ്പം മുംബൈ T20 ഉണ്ട്, കർണാടക T20 ഉണ്ട്, തമിഴ്നാട് പ്രീമിയർ ലീഗ് ഉണ്ട്, ഈവൻ കേരളത്തിൽ പോലും പല ജില്ലകളിലും തൃശ്ശൂർ പ്രീമിയർ ലീഗ് പോലെ പ്രീമിയർ ലീഗിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? ഒരുപാട് ആളുകൾക്ക് ക്രിക്കറ്റ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാനുള്ള ധൈര്യമാണ് നൽകുന്നത്. 5-10 വർഷം ഇത്തരത്തിലുള്ള പ്രീമിയർ ലീഗുകളിൽ കളിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാനും അതെവിടെയും ഇൻവെസ്റ്റ് ചെയ്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവസരമാണ്. പിന്നീട് കോച്ചിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് അവർക്ക് മാറാനും ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. IPL പോലത്തെ ഒരു ഇവൻറ്റ് വന്ന് സക്സസ്ഫുൾ ആയില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രീമിയർ ലീഗുകളുടെ ഈ ഒരു ആവിർഭാവം ഉണ്ടാവില്ലായിരുന്നു. അതുമാത്രമല്ല, ഈ പ്രീമിയർ ലീഗിൽ വന്നതുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് കളിക്കാനും ഇത്രയും സപ്പോർട്ടിംഗ് സ്റ്റാഫിന് കളിക്കാനും ഇത്രയും വലിയൊരു മാർക്കറ്റ് അവിടെ ഇവോൾവ് ചെയ്യാനും കാരണമായി തീർന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ IPL ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ നല്ല കാര്യങ്ങൾ കൂടെ കാണുക, ഒപ്പം IPL എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.